പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷയാകുകയാണ് ഖത്തർ. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഖത്തർ വഴി ഇനി സാധിക്കും. പ്രതീക്ഷയായി കഴിഞ്ഞ ദിവസം 13 പേർ ദുബായിലേക്ക് എത്തിച്ചേരാനായി ഖത്തർ വഴി യാത്ര ചെയ്തു. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഖത്തർ വഴിയുള്ള ദുബായ് യാത്രയ്ക്ക് വഴി തുറന്നതോടെ ദുബായിലെത്താൻ കാത്തിരുന്ന മലയാളികൾക്ക് പുത്തൻ പ്രതീക്ഷയാണ് കൈവന്നിരിക്കുന്നത്. ദുബായിലെത്താൻ കാത്തിരുന്ന 13 പേർ കഴിഞ്ഞ ദിവസം രാത്രിയുള്ള വിമാനത്തിൽ കോഴിക്കോട്ട് നിന്ന് ഖത്തറിലെത്തുകയും ചെയ്തു. ഇവിടെ ക്വാറന്റൈനിലുള്ള ഹോട്ടൽ ബുക്കിംഗും നടത്തി. ഖത്തറിലെ ഇത്രാസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ദുബായ് യാത്ര. 2 ഡോസ് വാക്സിനും സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞവർക്കാണ് യാത്രാനുമതി ലഭിക്കുക. അങ്ങനെ നിർത്തലാക്കിയിരുന്ന ഓൺ അറൈവൽ വിസയും ഖത്തർ പുനഃസ്ഥാപിച്ചതോടെ യാത്ര സുഗമമായി. റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്യണം എന്നാണ് നിർദ്ദേശമെങ്കിലും ദുബായ് ടിക്കറ്റും താമസ വിസയും കാണിക്കുന്നവർക്ക് യാത്രാനുമതി ലഭിക്കുന്നുണ്ടെന്ന് ട്രാവൽ ഏജൻസികൾ അറിയിച്ചു കഴിഞ്ഞു. ക്വാറന്റൈൻ ഉൾപ്പെടെ ഒരാൾക്ക് 1.25 ലക്ഷത്തോളം രൂപ ചെലവാകുന്നതായിരിക്കും. 2 ഡോസ് വാക്സിൻ ലഭിച്ച പ്രവാസികൾ കുറവായതിനാൽ തന്നെ 26-ന് ശേഷമാണ് കൂടുതൽ ബുക്കിംഗുകളും ഉള്ളത്. ഏപ്രിൽ 24 മുതൽ ഇന്ത്യക്കാർക്ക് UAE യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതോടെ ബഹ്റൈൻ, സൗദി എന്നിവിടങ്ങളിലേക്കായിരുന്നു കൂടുതൽ പ്രവാസികളും എത്തിയിരുന്നത്. അവിടെയും വിലക്ക് വന്നതോടെ അർമേനിയ, താഷ്കന്റ് വഴി പോലും വൻതുക മുടക്കി ദുബായിൽ എത്തിയവരും കുറവൊന്നുമല്ല. അതേസമയം ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് UAEയിലേക്ക് ഈ മാസം 31 വരെ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് ഇത്തിഹാദ് എയർവേസ് അറിയിച്ചു കഴിഞ്ഞു. നിലവിൽ 21 വരെയാണ് സർവീസ് നിർത്തിവച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള സർവീസും ഇത്തിഹാദ് നിർത്തിവച്ചത് നീട്ടിയിട്ടുമുണ്ട്. സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർ ട്വിറ്ററിൽ ഉന്നയിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകിയ അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ജൂലൈ 21 വരെ UAEയിലേക്ക് ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഉണ്ടാകില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചത്. എയർ ഇന്ത്യയും ജൂലൈ 21 വരെ ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ UAE പൗരന്മാർ, UAE ഗോൾഡൻ വിസയുള്ളവർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഇളവ് ലഭിക്കും. കഴിഞ്ഞ ഏപ്രിൽ 24-ന് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് UAE വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഘട്ടങ്ങളായി നീട്ടുകയായിരുന്നു. ചില ഇന്ത്യക്കാർ അയൽരാജ്യങ്ങൾ വഴി UAEയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അയൽരാജ്യങ്ങളിൽ നിന്നുള്ള യാത്രയും UAE റദ്ദാക്കി. വിമാനയാത്ര പുനരാരംഭിക്കുന്നതിന് ഇന്ത്യ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.